എപ്പിസോഡ് തുടക്കത്തിൽ കാണിക്കുന്ന അനിരുദ്ധ് ബോന്തിയോട് പറയാണ്, നീയും ഞാനും തമ്മിൽ ഇനി ഒരു ബന്ധമില്ല, നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ ഇവിടെ അവസാനിച്ചു, പിന്നെ നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്, നിനക്ക് ഇവിടെ നിൽക്കാനുള്ള ഒരു അധികാരവും ഇല്ലയെന്ന് അവളോട് നല്ല ദേഷ്യത്തിൽ അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൾ അവിടെ നിന്ന് കരയുന്നുണ്ട്. പിന്നത്തെ സീനിൽ കാണിക്കുന്നത് ബോന്തിത്തെ പോകാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും അവളുടെ ഡ്രസ്സും എല്ലാ സാധനങ്ങളും ഒതുക്കി വെക്കാനാണ് കാണിക്കുന്നത്. അപ്പോൾ അവൾക്ക് കോയിലി വരുന്നുണ്ട്, കോയിലി അവളെ അങ്ങനെ സഹായിക്കുന്നൊക്കെ ഉണ്ട് അത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കോയിലിക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട് ഇവള് പോവണേനെ. കോയിലൊക്കെ നന്നായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ബോന്തിത ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് നോക്കുന്നുണ്ട്, അതായത് പൂജാമുറിയിലൊക്കെ പോയിട്ട് ദേവരോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പോവാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവന് അമ്മയ്ക്ക് ഒരു ലെറ്റർ എഴുതാനാണ് കാണിക്കുന്നത്. അപ്പോൾ ബോന്തിയുടെ അമ്മയോട് എല്ലാ കാര്യങ്ങളും അവന് ആ ലെറ്ററിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ലെറ്റർ എഴുതുമ്പോൾ അവൻ്റെ കൈ ഇങ്ങനെ നിന്ന് വിറയ്ക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അത് അവൻ സൗരഭിൻ്റെയിലാണ് കൊടുക്കുന്നത്. ഇത് ബോന്തിതയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അവൻ. അങ്ങനെ കോയിലി അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ബോന്തിത്തോട് പോവാണ്. അപ്പോൾ ഒന്ന് അവളോട് സംസാരിക്കാനെങ്കിലും പറയുന്നുണ്ട്. പക്ഷേ അനിരുദ്ധ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ബോന്തിതൊക്കെയാണെങ്കിൽ അനിരുദ്ധിയോട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ബോന്തിത്ത ബിഹാരിയോട് സംസാരിക്കുന്നുണ്ട്. ബിഹാരി ആണെങ്കിൽ അവളെ കണ്ടിട്ട് നന്നായിട്ട് കരയുന്നുണ്ട്. ബിഹാരിക്കും അവിടെ ഉള്ളവർക്കൊക്കെ നല്ല വിഷമമുണ്ട് അവൾ പോകണേൽ. അപ്പോൾ വട്ടൂക്ക് വന്നിട്ടും അവളോട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട്. എന്നിട്ട് ബോന്തിത്ത അവൻ അവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സ്റ്റഡി റൂമിലേക്ക് വരുന്നുണ്ട്. ലൈറ്റ് ഓഫ് ആക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അവൻ പറഞ്ഞിട്ടില്ല, അവളുടെ മുഖം ഇനി അവനക്ക് കാണണ്ട, അത് അവനക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവളെ ലൈറ്റ് ഓഫ് ആക്കുകയാണ്. എന്നിട്ട് അവൾ വന്നിട്ട് അവൻ്റെ കാല് പിടിക്കുന്നുണ്ട്. കാല് പിടിച്ചിട്ട് അവിടെ ഇരിക്കണ ഒരു ഗാന്ധിജിയുടെ ഒരു ഫോട്ടോ ഒക്കെ ഉള്ള ഒരു പത്രം ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതും എടുത്തിട്ട് അവൾ അവിടുന്ന് പോവാണ്. എന്നിട്ട് സ്റ്റഡി റൂമിൽ അടച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധും അങ്ങനെ ഒന്നും മിണ്ടാതെ ഒരു വികാരമില്ലാതെ അവൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബോന്തിത പോകാൻ വേണ്ടിയിട്ട് ഈ കാളവണ്ടിയിൽ ഇങ്ങനെ കയറിയിരിക്കുന്ന സമയത്ത് അനിരുദ്ധ് വന്നിട്ട് പുറത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും അവളെ തടയുന്നൊന്നുമില്ല, പോകുന്നതിന് തടയുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ബോന്തിത അവളുടെ നാട്ടിലേക്ക് പോവാണ്. പിന്നെ സമ്പൂർണ്ണ വന്നിട്ട് അനിരുദ്ധിനോട് എല്ലാ കാര്യങ്ങളും, അതായത് ബോന്തിതനെ ഒരിക്കലും പുറത്താക്കരുത്, അവളെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. പക്ഷെ അവൾ ആ കാരണം ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവളെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ അവനോട് പറയുമ്പോൾ ബോന്തിത ഒരു നുണ പറയണ ആളാണ്, അവളെ കുറ്റം പറയുക തന്നെയാണ് അനിരുദ്ധ് ചെയ്യുന്നത്, അവളെ പുറത്താക്കുക തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് അവൻ പറയുന്നത്. അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് നല്ലത്, അവളും ഞാനും തമ്മിൽ ഇനി ഒരു ബന്ധമില്ല എന്ന് സമ്പൂർണ്ണോട് അവൻ പറയുന്നുണ്ട്. പക്ഷെ സമ്പൂർണ്ണ ഒരിക്കലും ആ സത്യം പറയുന്നില്ല. അവളാണ് കാരണം ബോന്തിത ആ ബിജുവാസിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടെന്ന് സമ്പൂർണ്ണ ഒരിക്കലും അവനോട് പറയുന്നില്ല. പിന്നെ ബോന്തിത വീട്ടിലേക്ക് എത്തുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അമ്മ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇതിൻ്റെ കാരണമൊന്നും അറിയില്ല, അവളത് പറയുന്നുമില്ല ആ സമയത്ത്. അപ്പോൾ ഇത് കണ്ടിട്ട് മാമിക്കാണെങ്കിൽ ആകെ മുഖം വീർപ്പിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ആൾക്ക് തീരെ ഇഷ്ടമല്ലോ ബോന്തിത അവിടെ വരുന്നതും നിൽക്കുന്നതൊന്നും ആൾക്ക് തീരെ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ മുഖം വീർപ്പിച്ചിട്ട് തന്നെ മാമി നിൽക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ അച്ഛൻ ബിഹാരിനെ കൊണ്ട് ബോന്തിതയുടെ സാധനങ്ങളൊക്കെ അവൻ്റെ ആ റൂമിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു സാധനം പോലും അവളുടെ അവിടെ ഉണ്ടാവാൻ പാടില്ല, അവളുടെ ഓർമ്മ ഒരു തരി പോലും ഈ റൂമിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് അനിരുദ്ധിൻ്റെ അച്ഛൻ പറയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ബിഹാരി പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആ സമയത്താണ് അനിരുദ്ധ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ബിഹാരി അനിരുദ്ധിനോട് പറയാണ്, കണ്ടില്ലേ ഇപ്പോൾ അവളുടെ എല്ലാ സാധനങ്ങളും ഞാനിതാ കൊണ്ടുപോവാണ്, ഇപ്പോൾ സന്തോഷമായില്ലേ ബാരിസ്റ്റർ ബാബു എന്ന് അനിരുദ്ധിനോട് ബിഹാരി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ബിഹാരി അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിന് എന്തോ പോലെ ആവുകയാണ്. എന്നിട്ട് അനിരുദ്ധിൻ്റെ അച്ഛൻ അനിരുദ്ധിനോട് പറയാണ്, ഇപ്പോൾ നിന്റെ റൂം പഴയ പോലെ ആയി, നീ ലണ്ടനിൽ തിരിച്ചു വന്നില്ലേ, അപ്പോൾ അതേപോലെ എങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ആ റൂം ആയിട്ടുണ്ട്, അപ്പോൾ നീ നിന്റെ ജീവിതം പഴയ പോലെ സ്റ്റാർട്ട് ചെയ്യേ, പഴയതിന് നീ തുടങ്ങിക്കോന്ന് അനിരുദ്ധിനോട് പറഞ്ഞിട്ട് അച്ഛൻ അവിടുന്ന് പോവാണ്. പിന്നെ അനിരുദ്ധിനെ എവിടെ നോക്കിയാലും ബോന്തിതേനെ കാണാണ്. അവന് തോന്നുകയാണ് അവൾ അവിടെ നിൽക്കുന്നുണ്ട്, അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ന് അവന് തോന്നുന്നുണ്ട്. എന്നിട്ട് അവന് ഉത്തരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാവും അവിടെ ബോന്തിത അല്ല കോയിലിയാണ് നിൽക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നത്. എന്നിട്ട് ബോന്തിത എവിടെയെന്ന് അവൻ കോയിലിയോട് ചോദിക്കുമ്പോൾ ബോന്തിത പോയില്ലേന്ന് കോയിലി അവനോട് പറയുമ്പോഴാവും അവന് മനസ്സിലാവുക, അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അവന് ഓർമ്മ വരിക. എന്നിട്ട് അവന് നന്നായിട്ട് വിഷമിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ബോന്തിത്ത അമ്മയും കൂടിയിട്ട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ മാമിയും കൂടിയിട്ട് അവൾ എന്തൊക്കെ കൊടുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൾ കൊടുത്തിട്ടുള്ള ആ സഞ്ചി, അതായത് അവളുടെ ഡ്രസ്സൊക്കെ വെച്ചിട്ടുള്ള ആ കെട്ടില്ലേ, അത് അയച്ചിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴാവും അനിരുദ്ധ എഴുതിയ ലെറ്റർ കാണുക. അപ്പോൾ അത് മാമ എടുത്തിട്ട് വായിക്കുന്നുണ്ട്. ആണുങ്ങൾക്ക് മാത്രമല്ല ഈ ലെറ്ററൊക്കെ വായിക്കാൻ പറ്റുള്ളൂ, വിദ്യാഭ്യാസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാമാക്ക് മാത്രമേ അത് വായിച്ചാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ മാമ അതെടുത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ എന്തൊക്കെ എല്ലാ കാര്യങ്ങളും അതിൽ വിവരിച്ച് എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ മാമാക്ക് മനസ്സിലാവാണ് എന്തുകൊണ്ടാണ് ബോന്തിത്ത അങ്ങോട്ട് വന്നതെന്നൊക്കെ മനസ്സിലാവാണ്. എന്നിട്ട് അത് മാമി പോയിട്ട് ബോന്തിയുടെ അമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിയുടെ അമ്മ ആകെ ദേഷ്യപ്പെടുകയാണ്, അവളെ ഒരുപാട് അടിക്കുന്നുണ്ട്. നീ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തെന്ന് അവളോട് ചോദിക്കുമ്പോൾ അവളൊന്നും ആദ്യം മിണ്ടുന്നില്ല, സമ്പൂർണ്ണയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊന്നും അവൾ പറയുന്നില്ല.
പിന്നെ ഇതിൻ്റെ ഇടയിൽ അനിരുദ്ധിനെ കാണിക്കുന്നുണ്ട്. അനിരുദ്ധ് സൗദാമിനീനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യം പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ സൗദാമിൻ്റെ അച്ഛനെ അതിനൊന്നും സമ്മതിക്കുന്നില്ല. ലണ്ടനിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ഒപ്പം പോവാന്ന് പറയുമ്പോൾ സൗദാമിൻ്റെ അച്ഛൻ പറയാണ്, അതിന് നീ എന്ത് പേരില്ല അവളെ കൊണ്ടുപോവുക? ആൾക്കാരെന്താ വിചാരിക്കുക? നിങ്ങളൊരു ആണും പെണ്ണും കൂടി പോയാൽ എന്താ വിചാരിക്കുക? നീ അവളെ കൊണ്ടുപോകണമെങ്കിൽ നീ കല്യാണം കഴിക്കണം അവളിനെന്ന് അവനോട് പറയുമ്പോൾ അവൻ പറയാണ്, ഞാൻ എന്തായാലും അത് കല്യാണം കഴിക്കില്ല, അത് സൗദാമിനിക്ക് അനീതിയാണ്, ഞാൻ എങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ കല്യാണം കഴിക്കുക? അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ഞാനൊരു ബാലവിവാഹം കഴിച്ചു, അത് സതിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കഴിച്ചത്. പിന്നെ എനിക്ക് ഇനി രണ്ടാം വിവാഹം കഴിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധ അതിന് സമ്മതിക്കുന്നില്ല. പിന്നെ ബോന്തോടെ അമ്മ പറയാണ്, എന്നെ തൊട്ട് നീ സത്യം ചെയ്യാൻ പറഞ്ഞിട്ട് അവളോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവള് അമ്മേനെ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞ കാരണം കൊണ്ട് മാത്രം അവൾ എല്ലാം പറയുന്നുണ്ട്. അമ്മോട് സമ്പൂർണ്ണയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തതൊന്നും ബിജുവാസിയുടെ അടുത്തേക്ക് പോയിട്ട് അങ്ങനെ ശ്ലോകമൊക്കെ ചൊല്ലിയിരുന്നതെന്നും അമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അമ്മ അവളെ വടിയൊക്കെ കളഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് അവളുടെ ജീവിതം പോലും നശിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കുക. അതായത് ജീവിതം പോലും വേണ്ടാന്ന് വെച്ചിട്ട് അവളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ടല്ലേ ഇപ്പോൾ സമ്പൂർണ്ണയുടെ ജീവിതം നന്നാക്കിയേക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് മാമി നിൽക്കുന്നുണ്ട്. മാമിക്ക് വലിയ ഭാവമാറ്റമൊന്നുമില്ല. പക്ഷെ അമ്മക്ക് ബോന്തിത കാരണമാണ് സമ്പൂർണ്ണയുടെ ജീവിതം നന്നായത് എന്നുള്ള മൈൻഡൊക്കെ മാമാക്ക് വരുന്നുണ്ട്. പിന്നെ ബോന്തയുടെ മാമി അവളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ കൂട്ടുകാരിയുടെ മഞ്ഞൾ കല്യാണമാണ് ഇന്ന്, അപ്പം നീ അതിന് പോകുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ബോന്തയുടെ അമ്മ അതിന് സമ്മതിക്കുന്നില്ല. അവൾ പോകാനില്ല, അവളെ പറഞ്ഞാക്കണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭർത്താവ് ഉപേക്ഷിച്ച ഭാര്യമാരിനൊക്കെ ഈ സമൂഹം ചീത്ത പെണ്ണുങ്ങളായിട്ടാണ് കാണുക. ഒരിക്കലും അവർക്കൊരു സ്ഥാനം അവിടെ ഉണ്ടാവില്ല. അവരെ ഉപദ്രവിക്കാനാണ് ആൾക്കാർ നോക്കുള്ളൂ. അപ്പോൾ ബോന്തിത്തേനെ ഇപ്പം എന്തായാലും അനിരുദ്ധ വീട്ടിലേക്ക് പറഞ്ഞയച്ചില്ലേ. അപ്പോൾ ഇത് നാട്ടുകാരറിഞ്ഞാൽ അവളെ ഉപദ്രവിക്കും എന്നുള്ള ആ വിഷമം കൊണ്ടാണ് അമ്മ പോവണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷേ മാമിക്ക് ഇവളിനെ പുറത്താക്കിയാലാണ് ആൾക്കാർ അവളിനെ ഉപദ്രവിച്ച് കണ്ടിട്ട് മാമിക്ക് സന്തോഷിക്കാനാണ് ആ മാമി പോകുന്നില്ല എന്നൊക്കെ ബോന്തോട് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബോന്തിത്തെ നിർബന്ധിച്ചിട്ട് അമ്മോട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിക്കുകയാണ്. അങ്ങനെ അമ്മ പൊക്കോളാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് ആരോടും പറയാൻ പാടില്ലെന്നു. അങ്ങനെ അവൾ ആ കല്യാണത്തിന് പോകുന്നുണ്ട്. അപ്പോൾ മാമി ആ പെൺകുട്ടിയുടെ അമ്മോട് പോയി പറയാണ്, നിൻ്റെ മകൾക്ക് ഇവളെ കൊണ്ട് എന്തായാലും മഞ്ഞൾ തേപ്പിക്കാൻ പാടില്ല, അത് അപശകുനാണ് എന്ന് പറഞ്ഞിട്ട് ഇവളിനെ പുറത്താക്കിയ കാര്യമൊക്കെ ആ സ്ത്രീയോട് പറയാണ്. അപ്പോൾ ബോനിത മഞ്ഞൾ തേക്കാൻ പോകുമ്പോഴേക്കും ആ സ്ത്രീ ആ മഞ്ഞൾ തട്ടി കളഞ്ഞിട്ട് പറയാണ്, നീ അപശകുനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാവാണ് അവളിനെ ഒരു ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീയാണെന്ന് അവര് അങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ബോന്തിത്തെ വിഷമിച്ചിട്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് സങ്കടം പറയുന്നുണ്ട്, കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നുണ്ട്. എന്നിട്ട് അമ്മോട് പറയാണ്, വേറെ എന്താ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച സ്ത്രീ എന്ന് ഇങ്ങനെ എന്തുകൊണ്ടാണ് എല്ലാവരും പറയണെന്ന് പറയുമ്പോൾ അമ്മ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ അനിരുദ്ധിനെ കാണിക്കുന്നുണ്ട്. അനിരുദ്ധ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അവൻ എന്തൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അവന് കോൾ വരുന്നത്. അപ്പോൾ അത് എടുത്ത് നോക്കുമ്പോൾ സൗദാമിനിയാവും. അപ്പോൾ സൗദാമിനി പറയാണ്, നീ ഇങ്ങോട്ട് വായോ, എനിക്ക് നന്നായി പേടിയാവുന്നുണ്ട് അനിരുദ്ധെ, നീ ഇങ്ങോട്ട് വായോ എന്ന് പറയുമ്പോൾ അനിരുദ്ധ അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നീ എൻ്റെ അടുത്ത് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അടുത്ത് പിടിച്ചിരുത്തുന്നൊക്കെ ഉണ്ട്. പിന്നെ അവൾ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് അവന്. അപ്പോൾ ആ ജ്യൂസിൽ അവൾ എന്തോ കലക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവനവിടെ മയങ്ങി വീഴാണ്. ശരിക്കും പറഞ്ഞാൽ സൗദാമിയുടെയും അവളുടെ വീട്ടുകാരുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു പ്ലാനാണ് ഇത്. അവനെ വിളിച്ച് വരുത്തിയിട്ട് അവനെ റൂമിൽ അടച്ചിടുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും എന്തെങ്കിലും നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ രാവിലെയാണ് കാണിക്കുന്നത്. അപ്പോൾ സൗദാമിനെ അനിരുദ്ധിനെ വിളിച്ചുണർത്തുന്നുണ്ട്. അപ്പോൾ ഉണരുമ്പോൾ അവൻ ബോന്തിത്തേനെയാണ് വിളിക്കുന്നത്. അപ്പോൾ സൗദാമിനെ അവനോട് പറയാണ്, ബാഗ് ഇവിടെ എണിച്ചിട്ട് പോകാൻ നോക്കുക, എല്ലാവരും നമ്മളെ തെറ്റിദ്ധരിക്കും, ബാഗ് എണിച്ചിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ പുറത്താണെങ്കിൽ അവളുടെ അമ്മൂമ്മയും പിന്നെ അച്ഛനും പിന്നെ ഒരു പൂജാരിയൊക്കെ വന്നിട്ട് ഇങ്ങനെ വാതിൽ കൊട്ടുന്നുണ്ട്. അപ്പോൾ കൊട്ടുമ്പോഴും ഇവർ തുറക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ നേരം കൊട്ടിയിട്ട് അപ്പോൾ അങ്ങനെ അവർ തുറക്കുമ്പോൾ ഇവരെ കണ്ടിട്ട് അവർ പറയാണ്, അപ്പോൾ നിങ്ങൾ തമ്മിൽ രാത്രി മുഴുവൻ ഇവിടെ അല്ലേ, അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയാണ് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനിരുദ്ധിനെ അവളിൽ നന്നായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവളുടെയും അച്ഛൻ്റെ ഒക്കെ കളിയാണ് ഇത്. അപ്പോൾ അങ്ങനെ അനിരുദ്ധ് പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെ അവൻ കുറേ പറയുന്നുണ്ടെങ്കിൽ അവരതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അനിരുദ്ധ് അവിടുന്ന് ദേഷ്യം വന്നിട്ട് പോവാണ്. അത് കഴിഞ്ഞതിന് ശേഷം സൗദാമിയുടെ അച്ഛനും അവളുടെ അമ്മൂമ്മയും അവളും കൂടിയിട്ട് നിന്നിട്ട് നന്നായിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അവർ തമ്മിലുള്ള പ്ലാൻ അല്ലേ, അപ്പോൾ അത് വിജയിക്കും ചെയ്തില്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബോന്തേനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബോന്ത അങ്ങനെ അമ്മോട് ചോദിക്കുകയാണ്, അമ്മ എന്തുകൊണ്ട് എല്ലാവരും എന്നെ അങ്ങനെ ഉപേക്ഷിച്ച സ്ത്രീ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒന്നും മിണ്ടുന്നില്ല. അപ്പം മാമി വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾക്ക് എല്ലാ കാര്യങ്ങളും. ഇങ്ങനെ ഭർത്താവ് ഉപേക്ഷിച്ചവർക്ക് ഈ സമൂഹത്തിൽ ഒരു വില ഉണ്ടാവില്ല, അതുപോലെ നിനക്കും ഉണ്ടാവില്ല, ഇനി നിന്നെ എല്ലാവരും ഉപദ്രവിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. അവൾക്ക് എല്ലാം നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട് മാമി.
പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അനിരുദ്ധ ആകെ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് വിഷമിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ബോന്തിത വരുന്നതായിട്ട് അവന് തോന്നുകയാണ്. അപ്പോൾ ബോന്തിത ഒരു ചെറുനാരങ്ങൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അനിരുദ്ധിനാണെങ്കിൽ ഇങ്ങനെ തല വേനിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവന് തോന്നുകയാണ്, അവൾ ചെറുനാരങ്ങ അവന് കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് കുടിച്ചാലേ തലവേദനയൊക്കെ മാറും, ഒരു കുറവ് കിട്ടും എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പിന്നെ അവർ തമ്മിൽ സംസാരിക്കണ പോലൊക്കെ അവന് തോന്നുകയാണ്. എന്നിട്ട് അവനിങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് ബിഹാരി വരുന്നത്. അപ്പോൾ ബിഹാരി അവനെ ചിരിക്കാനായിട്ട് പറയാണ്, ബോന്തിത്തേനെ ആലോചിച്ചിട്ട് ചിരിക്കുകയാണല്ലേ എന്നിങ്ങനെ അവനോട് പറയുമ്പോൾ അവൻ പറയാണ്, ഞാൻ അവളുടെ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ എടുത്ത് കളഞ്ഞു. നാം വെറുതെ ബിഹാരിയോട് പറയുന്നുണ്ട്. പക്ഷെ അവന് മനസ്സിൽ നല്ല സങ്കടമുണ്ട്. അപ്പോൾ ബിഹാരി പറയുന്നുണ്ട്, പഞ്ചായത്തിലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ സൗദാമിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്, നിങ്ങളോട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബിഹാരി അവിടുന്ന് പോവാണ്. പിന്നെ ഒരു സ്ത്രീയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആള് വെള്ളത്തിന് വേണ്ടിയിട്ട് നല്ല ദാഹിച്ച് നടക്കുകയാണ്. അപ്പോൾ ഗ്രാമത്തിലുള്ള എല്ലാ സ്ത്രീകളോട് ചോദിച്ചിട്ട് ആ സ്ത്രീക്ക് വെള്ളം കൊടുക്കുന്നില്ല. കാരണം ആ സ്ത്രീ ഒരു വേശ്യയാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരൊക്കെ ഒരു പുച്ഛത്തോടെയാണ് നോക്കുന്നത്. പിന്നെ ആൾക്ക് കുടിക്കാനൊന്നും ആരും വെള്ളം കൊടുക്കുന്നില്ല. അപ്പോൾ അതാകെ ദാഹിച്ചിട്ട് ഇങ്ങനെ നിലത്തിയിരിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് വെള്ളം തായോ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ നിലത്തിയിരിക്കുമ്പോൾ ബോന്തിത്ത ഒരു ഗ്ലാസ് കൊടുത്തിട്ട് വെള്ളം കൊടുക്കുകയാണ് അപ്പോൾ ആൾക്ക്. അപ്പോൾ ആൾ ചോദിക്കുന്നുണ്ട്, നീ ഇത്ര ചെറുതല്ലേ, പിന്നെ നിനക്ക് എങ്ങനെ എനിക്ക് വെള്ളം തരാൻ തോന്നി? ബാക്കിയുള്ളവരൊക്കെ എന്താ കണ്ടില്ലേ നിൽക്കുന്നത്, എനിക്കിത് തുള്ളി വെള്ളം പോലും ആരും തന്നില്ലല്ലോ, പിന്നെ നീ എങ്ങനെ എനിക്ക് തന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, ഇതൊക്കെ എനിക്ക് എൻ്റെ പത്തിബാബുവാണ് പഠിപ്പിച്ച് തന്നത്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും ദാഹിച്ചാൽ വെള്ളം കൊടുക്കണം എന്നൊക്കെ ആളാണ് എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ അവനെക്കുറിച്ച് ഇങ്ങനെ അവൾ ഓരോ കാര്യങ്ങളൊക്കെ ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവനെക്കുറിച്ച് ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറയാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും ആളാണ് പഠിപ്പിച്ച് തന്നത്. പിന്നെ എനിക്ക് എന്താ വിദ്യാഭ്യാസം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ബോന്തിത്ത ആ സ്ത്രീയോട് പറയുന്നുണ്ട്. അപ്പം അവിടുന്ന് ഒരു കുട്ടി അവളുടെ മേത്തേക്ക് ചെളിവായിട്ട് എറിഞ്ഞിട്ട് പറയാണ്, ഇവളുടെ ഭർത്താവ് ഉപേക്ഷിച്ചതാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് അവളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവൾ പറയാണ്, എൻ്റെ പത്തിബാബു എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വരെന്നെ ചെയ്യും അവൾ ഓളിയിട്ടിട്ട് അവിടെ എല്ലാവരുടെ മുമ്പിലും പറയാണ്. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവളുടെ ഭർത്താവിനെ വേഗം തന്നെ അവൾക്ക് തിരിച്ച് കിട്ടട്ടെ, അവളെ വേഗം വിളിച്ചു കൊണ്ടുപോട്ടെ എന്നൊക്കെ ആ സ്ത്രീ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീയുടെ പേര് റസിയ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ സ്ത്രീക്ക് വലിയൊരു സ്ഥാനം തന്നെയുണ്ട് ഈ സീരിയലിൽ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ ത്രിലോചന കാണിക്കുകയാണ്. അപ്പോൾ ത്രിലോചന റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിരിയുടെയൊക്കെ ഇങ്ങനെ മണം വരികയാണ്. അപ്പോൾ ബോന്തിതയാണോ പൂജ ചെയ്യണമെന്നൊക്കെ ആളിങ്ങനെ ഒന്ന് ആലോചിക്കുമ്പോഴേ അവൾക്ക് ബിഹാരി ഇങ്ങനെ ചന്ദനത്തിരിയൊക്കെ ആയിട്ട് വരിക. എന്നിട്ട് ബിഹാരി കരഞ്ഞിട്ട് പറയുന്നുണ്ട് ത്രിലോചനോട്, ബോന്തിതനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, അവളുടെ ചിരിയൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ ബിഹാരി പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ പറയാണ്, അവൾക്കൊരു തെറ്റ് പറ്റി, അതിനുള്ള ശിക്ഷയായിട്ട് അവളപ്പോൾ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. പക്ഷേ ഒരു ദുർഗപൂജയുടെ അന്ന് തന്നെ, അതിന് മുന്നേ തന്നെ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ ചെയ്യുമെന്ന് ത്രിലോചൻ പറയുന്നുണ്ട്. കാരണം ത്രിലോചന അത്ര ഇഷ്ടമാണ് ബോന്തിതനെ. ആ വീട്ടിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ബോന്തിയോട് സ്നേഹമുള്ളത് ഈ ത്രിലോചന് മാത്രമാണ്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ് ആ പഞ്ചായത്തിൽ നിന്ന് വന്ന ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് സൗദാമിനെ കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ അവനിങ്ങനെ അവൻ്റെ ഭാഷയിൽ തന്നെ ഉറച്ച് നിൽക്കുന്നുണ്ട്, അവളുടെ കല്യാണം കഴിക്കില്ല താനെന്ന്, അങ്ങനെ ഒരു കുറ്റം ഞാൻ ചെയ്യില്ല എന്ന് അനിരുദ്ധ് ഇങ്ങനെ ഉറച്ച് പറയാണ്. എന്നിട്ട് അങ്ങനെ പിന്നെയും അവരിങ്ങനെ അവനെ കൊണ്ട് ഇങ്ങനെ അവളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുമ്പോൾ അവൻ പറയാണ്, അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കാം, പക്ഷേ എൻ്റെ കാക്ക എൻ്റെ ഭാഗത്ത് നിന്നില്ലെങ്കിൽ മാത്രം. കാക്ക പറയാണ്, ഇപ്പോൾ നീ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അനിരുദ്ധ് കാക്കാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്, അതായത് ത്രിലോചൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ത്രിലോചൻ്റെ അടുത്ത് ചെന്നിട്ട് അനിരുദ്ധ് പറയാണ്, ഇപ്പോൾ ഇവരൊക്കെ എന്നോട് മിനീനെ കല്യാണം കഴിക്കാനാണ് പറയുന്നത് കാക്കാന്ന് പറയുമ്പോൾ ത്രിലോചന അവരോടൊക്കെ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ആ ഗ്രാമവാസികൾ തന്നെ പറയുന്നത്, ഇവനെ ഇങ്ങനെയൊക്കെ ചെയ്തു, അതായത് അവളുടെ റൂമിൽ രാത്രി മുഴുവൻ അവൻ ഇരുന്നു എന്നൊക്കെ പറയുമ്പോൾ ത്രിലോചനും ആകെ സങ്കടം വരികയാണ്. അപ്പോൾ ത്രിലോചന അവനോട് പറയാണ്, നീ കല്യാണം കഴിച്ചേ പറ്റൂ, ഇതിപ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ത്രിലോചനും അവനെ കൈവിടുകയാണ്. അപ്പോൾ അവൻ ആകെ വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ബോന്തിതനെ കാണിക്കുന്നുണ്ട്. ബോന്തിത ഇങ്ങനെ മാമി അവളോട് എല്ലാ തുണികളും അലക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ അനിരുദ്ധിനെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് അവളിങ്ങനെ വിഷമിച്ചിട്ട് തന്നെ അതൊക്കെ ഇങ്ങനെ കഴുകിയിടുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്താണ് അവിടെയുള്ള കുട്ടികളൊക്കെ വന്നിട്ട് അവളിനെ ഒരു അടിമ കിട്ടിയിട്ട് അവളെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്, ചാണകമൊക്കെ എടുത്തിട്ട് അവളെ എറിയുന്നുണ്ട് അവർ. അപ്പോൾ അവൾ അവരോട് പറയാണ്, എൻ്റെ പത്തിബാബുവിനെ വിളിക്കാൻ വരെ എന്നെ ചെയ്യുന്ന അവൾ ഉറക്കെ അവരോട് വെല്ലുവിളിക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധിനെയാണ് കാണിക്കുന്നത്. അനിരുദ്ധ് അവൻ്റെ റൂമിൽ ഇങ്ങനെ ആകെ അസ്വസ്ഥനായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്ക് രാവിലെ മുതൽ എൻ്റെ മനസ്സിനൊരു സുഖമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിൽക്കുകയാണ്. പിന്നെ ആ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട്
ഈ ത്രിലോചൻ അവൻ്റെ കൂടെ നിന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒക്കെ അസ്വസ്ഥത ഉണ്ട് അവന്. അപ്പോൾ അവനെ നിൽക്കുമ്പോഴാവും ബോനിതയുടെ പാവ അവിടെ ഇരിക്കുന്നുണ്ടാവും മുകളിൽ. അപ്പോൾ അത് പെട്ടെന്ന് നിലത്തേക്ക് വീഴാണ്. അപ്പോൾ അവനത് എടുത്തിട്ട് അതിനും അങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനെ ആലോചിക്കുകയാണ്, എൻ്റെ ബോനിതക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, എൻ്റെ മനസ്സെന്താ ഇങ്ങനെ വേദനിക്കണമെന്ന് അവനിങ്ങനെ തന്നെ നിന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവന് ബോനിതേനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് സൗദാമിനി വരുന്നുണ്ട്. അവൾ മുഖത്ത് ചാണകമൊക്കെ തേച്ചിട്ടാവും വരുന്നുണ്ടാവും. ശരിക്കും അവൾ അനിരുദ്ധിൻ്റെ ഒരു സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അനിരുദ്ധിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ അതിനൊക്കെയാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് എന്നെ ഒരു നശിച്ച സ്ത്രീ ആയിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് അവരിങ്ങനെ ചാണകമൊക്കെ തേച്ചത്, അവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചെന്നൊക്കെ അവൾ അവനോട് പറയുന്നുണ്ട്. പിന്നെ ബോനിതേനെ കാണിക്കുകയാണ്. അപ്പോൾ ബോനിതേനെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അവളുടെ അമ്മ വന്നിട്ട് രക്ഷിക്കുന്നുണ്ട്. ഒരു അരിവാളൊക്കെ എടുത്തിട്ട് അവർക്ക് നേരെ വീശിയിട്ടൊക്കെയാണ് അവളെ അവിടുന്ന് രക്ഷിച്ച് കൊണ്ടുപോകുന്നത് അമ്മ. പിന്നെ അനിരുദ്ധിനോട് ത്രിലോചന് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പറയാനാണ് കാണിക്കുന്നത്, സൗദാമിനീനെ. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ത്രിലോചന അത് പറയുന്നത്. അപ്പോൾ പറയുമ്പോൾ ആൾക്ക് ബോനിതയുടെ ഓർമ്മയൊക്കെ വരുന്നുണ്ടെങ്കിലും ആൾ അതൊക്കെ സഹിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടോട് കൂടിയാണ് സൗദാമിനീനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അനിരുദ്ധിനോട് പറയുന്നത്. അപ്പോൾ അനിരുദ്ധ ആകെ അപ്സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബോനിതേനെയാണ്. അപ്പോൾ ബോനിതയ്ക്ക് രാത്രി ഇങ്ങനെ പെട്ടെന്ന് ഇക്കിളി വരികയാണ്. അപ്പോൾ അതേപോലെ തന്നെ അനിരുദ്ധിനും അപ്പുറത്ത് അവിടെ വരുന്നുണ്ട് അവൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അവർ രണ്ടാളും പെട്ടെന്ന് എണീച്ചിട്ട് അനിരുദ്ധ് അവളുടെ ആ ചിരട്ട അവിടെ അവൻ എറിഞ്ഞിട്ടുണ്ടാവില്ലേ, അപ്പോൾ അത് എടുത്തിട്ട് അതിലൂടെ അവളോട് സംസാരിക്കണ പോലെ സംസാരിക്കുന്നുണ്ട്. അപ്പുറത്ത് ബോനിതയുടെ വീട്ടിൽ ബോനിത അതേപോലെ തന്നെ ആ ഒരു ചിരട്ടയും ഒരു കയറൊക്കെ കെട്ടിയിട്ട് അതേപോലെ അനിരുദ്ധിനോട് സംസാരിക്കുന്ന പോലെ അവൾ അതിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ബോനിതയുടെ അമ്മോട് സംസാരിക്കുന്ന പോലെയാണ് ആ ചിരട്ടയിൽ കൂടെ സംസാരിക്കുന്നത്. അവൻ പറയുന്നുണ്ട്, എനിക്ക് സൗദാമിനീനെ കല്യാണം കഴിക്കാനൊന്നും തീരെ ഇഷ്ടമല്ല, ഞാൻ ഇപ്പോൾ ഭയങ്കര വീക്കാണ്, നിങ്ങൾക്കറിയോ, കേൾക്കുന്നുണ്ടോ എന്ന് അവന് അങ്ങനെ പറയുന്നുണ്ട് അതിൽ കൂടെ. എന്നിട്ട് പറയാണ്, നിൻ്റെ അമ്മയുടെ ഒപ്പം നീ നല്ല സന്തോഷത്തിലാവും ഇരിക്കുന്നുണ്ടാവുക ബോനിത, പക്ഷെ ഞാനുണ്ടല്ലോ, ഞാൻ ഭയങ്കര വീക്കാണ്, എൻ്റെ ഒപ്പം ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് കരയുന്നു നോക്കേണ്ട. അതേപോലെ തന്നെ ബോനിത സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടൈറ്റിൽ സോങ് അവിടെ പ്ലേ ആവുന്നുണ്ട്, റിഷ്ത തേരാ മേര എന്നുള്ള. അപ്പോൾ ആ പാട്ടോട് കൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.